ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ നഗരസഭ സംഘടിപ്പിച്ച യോഗ പരിശീലന ക്യാമ്പ് ചെയർപേഴ്സൺ എം പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയമായിട്ടുള്ള ആത്മസംഘർഷം ഉണ്ടാകാം, മാനസിക സംഘർഷം ഉണ്ടാകാം, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുണ്ടാകാം. അങ്ങനെ വിവിധതരം മാനസിക പ്രശ്നങ്ങളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശാരീരിക അവശതയേക്കാൾ അവരേറെ അനുഭവിക്കുന്നത് മാനസികമായിട്ടുള്ള അവശതകളാണ്. ആ മാനസികമായിട്ടുള്ള അവശതകൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകുന്നത് അവരുടെ ലൈഫിൽ വലിയ അപകടത്തിന് സാധ്യത ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ അപകട സാധ്യത ഒഴിവാക്കി ഒരു സാധാരണ ജീവിതത്തിലേക്ക് അവർക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയുള്ള ചികിത്സാ രീതിയായി നമുക്ക് യോഗയെ കാണാം. അതുപോലെ തന്നെ ശാരീരിക അവശതകൾ നേരിടുന്ന ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഷുഗറും അതുപോലെ BP-യും കൊളസ്ട്രോളും, അങ്ങനെ ഇതൊക്കെ ഇല്ലാത്ത ആരും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ലൊരു ശതമാനം ആളുകളിലും ഇത്തരം ജീവിതശൈലി രോഗങ്ങളുണ്ട്. കുറേ മരുന്നുകൾ വാരി കഴിച്ചതുകൊണ്ടോ മാത്രം ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗത്തിന് പരിഹാരം കാണാൻ വേണ്ടി അതുകൊണ്ട് മാത്രം കഴിയില്ല. നഗരസഭ സിദ്ധ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 5 വർഷത്തോളമായി സ്ത്രീകൾക്ക് യോഗ പരിശീലനം നടത്തി വരുന്നു. പരിശീലന അധ്യാപികയായ രമ്യയും സംഘവും അവതരിപ്പിച്ച യോഗ നൃത്തത്തോടുകൂടി പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, കൗൺസിലർമാർ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, ശുചീകരണ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, നാട്ടുകാർ തുടങ്ങി 100ഓളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു.
ജീവിതശൈലി രോഗങ്ങൾക്കും തിരക്ക് പിടിച്ച ജീവിത സാഹചര്യം കാരണമുണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിനും ആശ്വാസം ലഭിക്കാൻ ഇത്തരം ക്യാമ്പുകൾ ഗുണം ചെയ്യും. കൂടാതെ കുടുംബശ്രീയുടെ പങ്കാളിത്തത്തോടെ വാർഡ് അടിസ്ഥാനത്തിൽ യോഗ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്നും എം പ്രദീപ് പറഞ്ഞു. SB News 24/7 ആറ്റിങ്ങൽ. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ ആസ്പെയർ എഡ്യൂക്കേഷൻ ഈ വർഷം സമ്പൂർണ്ണ റീബ്രാൻഡിംഗിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും പുതുക്കിയ ടൈറ്റിലും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. +1, +2 തലങ്ങളിൽ പ്രത്യേകിച്ച് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക് പരിശീലനവും കരിയർ മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റീബ്രാൻഡിംഗിന്റെ ഭാഗമായി കൂടുതൽ പുതുമകളും പഠന പദ്ധതികളും അവതരിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആസ്പെയർ എഡ്യൂക്കേഷനിൽ ഈ വർഷത്തെ +1, +2 അഡ്മിഷനും ആരംഭിച്ചു.